ഹായ്, വെൽക്കം ബാക്ക്. യൂട്യൂബിൽ ഷോർട്സ് വന്ന സമയത്ത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ ആളാണെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഷോർട്സ് ആണ് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് ത്രൂ ഏൺ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ 5 രീതിയിൽ എങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ഷോർട്സിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഒന്നാമത്തെ പോയിന്റ്, ഇപ്പൊ നിങ്ങൾക്ക് ഷോർട്സിൽ ലൈവ് ചെയ്യാൻ പറ്റും. ഷോർട്സ് ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഗ്രോ ചെയ്യാൻ മാത്രമല്ല അതുവഴി ഏൺ ചെയ്യാനും സാധിക്കും. ലൈവ് സെഷനിൽ സൂപ്പർ ചാറ്റ് പോലുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. മാത്രമല്ല ഇപ്പൊ യൂട്യൂബ് നല്ല രീതിയിൽ ഷോർട്സ് ലൈവിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനലിലെ എൻഗേജ്മെന്റും പുതിയ ഓഡിയൻസിനെ കൊണ്ടുവരാനും ഒക്കെ ഷോർട്സ് ലൈവിലൂടെ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ഷോർട്സ് മോണിറ്റൈസേഷൻ ആണ്. ലോങ് വീഡിയോസിന് കിട്ടുന്ന അത്രയും റവന്യൂസ് ഒന്നും നമുക്ക് ഷോർട്സിൽ കിട്ടുന്നില്ല. എങ്കിലും നിങ്ങളുടെ വ്യൂസ് അനുസരിച്ച് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. മാത്രമല്ല നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് ഷോർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ള ആളാണെങ്കിൽ ഡെയിലി നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഷോർട്സ് വീഡിയോസിലൂടെ പ്രൊമോട്ട് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷന്റെ വരുമാനം, അതുപോലെ പ്രോഡക്റ്റ് സെയിൽ ആവുന്നതിന്റെ വരുമാനം, അതുവഴി പ്രൊമോഷൻ വർക്ക് കിട്ടുന്നു. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഷോർട്സിലൂടെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ്, പ്രൊമോഷൻസ് കിട്ടുന്നതാണ്. ബ്രാൻഡ് പ്രൊമോഷൻസ്. പല ക്രിയേറ്റേഴ്സിനും ബ്രാൻഡ് പ്രൊമോഷൻസ് കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് പ്രൊമോഷൻ വർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അപ്പോൾ ഷോർട്സ് ആണ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കണ്ടന്റ്സ് ബ്രാൻഡുകൾക്ക് കൂടെ ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ളതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫോൺ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ്സ് ഫോൺ റിലേറ്റഡ് ആയിരിക്കണം. അപ്പോൾ വ്യൂസ് മാത്രം കൗണ്ട് ചെയ്തിരിക്കില്ല, ചിലപ്പോൾ അതിലും കൂടുതൽ ഏണിങ്സ് ബ്രാൻഡ് പ്രൊമോഷൻസ് വഴിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്, യൂട്യൂബ് ഷോർട്സിൽ നിന്നും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മാർഗം എന്ന് പറയുന്നത് യൂട്യൂബിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്നാൽ ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലെയുള്ളതിന്റെ പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ആ ലിങ്കിലൂടെ ടാഗിലൂടെ ആരെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ അതിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിന് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഷോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രോഡക്ട്സും ടാഗ് ചെയ്യാം. നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെലവന്റ് പ്രോഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ കൂടുതൽ സെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾ ടാഗ് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസും ചെയ്യാം. അതും ഒരു ബെസ്റ്റ് ട്രിക്കാണ്. കൂടുതൽ സെയിൽ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലുള്ള യൂസ്ഫുൾ ട്രിക്സ് ആൻഡ് ടിപ്സിന് ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ. ബൈ.